ചരിത്രപ്രസിദ്ധമായ നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 15-ന് നടക്കും. കേരളത്തിലെ മികച്ച കെട്ടുകാഴ്ച അടക്കമുള്ള പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 12-ന് തുടങ്ങി 16-നാണ് സമാപിക്കുന്നത്. 15-നാണ് മഹാശിവരാത്രി മഹോത്സവം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 16 കരകളിലും ആഴ്ചകൾക്ക് മുമ്പായി ആരംഭിച്ച കെട്ടുകാഴ്ചകളായ ജോഡിക്കാളകളുടെ നിർമ്മാണം പൂർത്തിയാവുന്നു. ശിവരാത്രി മഹോത്സവ പരിപാടികൾ ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം, സെക്രട്ടറി കെ രമേശ്, ഉത്സവ കമ്മിറ്റി കൺവീനർ സുരേഷ് പാറപ്പുറം എന്നിവർ വിശദീകരിച്ചു. മഹാശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 12 തുടങ്ങി 16-ാം തീയതി സമാപിക്കുകയാണ്. ഫെബ്രുവരി 15-ാം തീയതി ഞായറാഴ്ചയാണ് മഹാശിവരാത്രി മഹോത്സവം. അന്നേ ദിവസം രാവിലെ സുബ്രഹ്മണ്യ പൂജയോടുകൂടി തുടങ്ങുകയും ഉരുളിച്ചവരവും വിവിധ സംഘടനകളും ക്ലബ്ബുകളും കരക്കമ്മിറ്റി അംഗങ്ങളും ഭക്തിപരമായി അണിയിച്ചൊരുക്കൊണ്ടുവരുന്ന കൂട്ടക്കാവ് ഘോഷയാത്ര പോലീസിൻ്റെയും എക്സൈസിൻ്റെയും KICBയുടെയും പ്രത്യേകം യോഗങ്ങൾ ചേർന്ന് കെട്ടുത്സവങ്ങൾ സുഗമമായി ക്ഷേത്ര ഗ്രൗണ്ടിൽ എത്തുന്നതിന് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ക്ഷേത്ര ഭരണസമിതി നടത്തിയിട്ടുണ്ട്. നന്ദികേശ ദർശനം നടക്കുന്ന 2-ാം ദിവസം ശിവരാത്രി പിറ്റേന്ന് മഹാസമ്മേളനത്തോടു കൂടിയാണ് ആ ഉത്സവം പരിസമാപ്തി എത്തുന്നത്. കടാക്ഷം എന്ന ക്ഷേത്രത്തിൻ്റെ വലിയ ജീവകാരുണ്യ പദ്ധതി അതിലൂടെയാണ്, ആ സമ്മേളനത്തിലൂടെയാണ് നമ്മൾ നടപ്പാക്കുന്നത്. എല്ലാ കരകളിലുമുള്ള ചികിത്സാ സഹായത്തിന് അർഹരായവരെ കണ്ടെത്തി നമ്മൾ ചികിത്സാ സഹായം നൽകും. അമ്പരചുംബികളായ കെട്ടുകാഴ്ചകൾ കാണാൻ ആയിരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഉത്സവ പിറ്റേ ദിവസമായ ഫെബ്രുവരി 16-ന് രാവിലെ മുതൽ രാത്രി വരെ നന്ദികേശ ദർശനവും കലാപരിപാടികളും നടക്കും. കരകൾക്കുള്ള ഗ്രാന്റ് വിതരണത്തോടൊപ്പം കടാക്ഷം പദ്ധതിയിൽ ചികിത്സാ സഹായങ്ങളും വിതരണം ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. MS അരുൺകുമാർ MLAയുടെ ശ്രമഫലമായി ക്ഷേത്രത്തിനും പരിസരത്തും ഭൂഗർഭ കേബിൾ പദ്ധതി പൂർത്തീകരിച്ചതിനാൽ ഉത്സവത്തിന് സാധാരണയായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം ഒഴിവാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് D സന്തോഷ് കുമാർ, ഖജാൻജി അഡ്വക്കേറ്റ് S ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറി C വേണുഗോപാലക്കുറുപ്പ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.